പ്രൈസ് ഗാഡ്. എല്ലാ മാനവും എല്ലാ മഹത്വവും എല്ലാം എല്ലാം കർത്താവിന് മാത്രം, കർത്താവിന്റെ ആത്മാവിനും പുത്രനായ ക്രിസ്തുവിനും മാത്രം. Amen. All glory, all honor, all everything goes to God, the Father and the Son and the Holy Spirit. എനിക്ക് എന്നെ ചേർത്ത് പിടിക്കുന്ന കർത്താവിന്റെ ആത്മാവിനായിട്ട് ഞാൻ അധികമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. I thank the Lord. I praise the Lord for the Holy Spirit that holds me so close to Jesus. എത്ര അകന്നു പോകണമെന്ന് ചിന്തിക്കുമ്പോഴും, എന്തൊക്കെ ബഹളങ്ങളും പ്രശ്നങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോഴും എന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന അപ്പന്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ ആഗ്രഹിക്കുകയാണ്. You know, despite all the loudness and the distractions in my life, I thank the presence of the Holy Father that just enters and permeates my being. ഞാൻ വരുന്നതിന് മുമ്പേ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതും മാത്രം ഉള്ള ഒരു ഐഡന്റിറ്റി ക്രിസ്തുവിൽ കർത്താവ് തന്നത്, അത് കർത്താവിന്റെ മഹാദയയും കരുണയും മാത്രമാണ്. അതിനെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I thank the Lord for the way I was introduced and my identity in Christendom. It's truly God's grace that has given me this identity to hear His voice. ഞാൻ ഒന്നുമല്ല, ഏറ്റവും കുറവും എല്ലാ പ്രശ്നങ്ങളും എല്ലാ രീതിയിലും വീക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. I can honestly say I'm the least among you all. I have so many problems and many challenges in my personal life. പക്ഷേ ഓരോ നിമിഷവും അപ്പന്റെ സന്നിധിയിലേക്ക് പോയിരുന്ന കർത്താവെ അങ്ങയുടെ ഇൻസ്ട്രുമെന്റ് ആക്കുക എന്ന് പറയുമ്പോൾ എന്നെ കർത്താവ് ആ ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി തീർക്കുന്ന ദൈവത്തിന്റെ മഹാദയയ്ക്കായി ഞാൻ അങ്ങയെ സ്തുതിക്കുകയാണ്. But every minute I do go to Him and I say, Lord, I want to be your instrument. I lay it before Him, and that is what is my testimony. പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. കർത്താവിന് പറയാനുള്ളത് നമ്മളോട് പറയട്ടെ. ഈ വാക്കുകൾ നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, എനിക്ക് പ്രത്യേകമായി കർത്താവ് തരുന്ന വാക്കുകളായിരിക്കും. കൂടുതൽ ശിക്ഷാവിധിയും കൂടുതൽ കണക്ക് പറയാനുള്ളതും എനിക്കായിരിക്കും. Amen. So let's prayerfully get into the word. And I know that these words are not just for you, it's actually for me, because a teacher will be held more accountable, right, to the words that I spoken and taught. കർത്താവേ, പരിശുദ്ധാത്മാവേ, അപ്പാ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടു തന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. Holy Spirit, we surrender to you, Lord, right now. കർത്താവെ, അങ്ങയ്ക്ക് ഞങ്ങളോട് സംസാരിക്കാനുള്ളത് ഒരു തടസ്സവുമില്ലാതെ എന്നിലൂടെ ആയാലും മറ്റാരിൽ കൂടെ ആയാലും വ്യക്തതയോടെ ഇന്നിവിടെ മുഴങ്ങി കേൾക്കുവാനും, ഞങ്ങൾ തിരിയേണ്ടതുപോലെ തിരിയുവാൻ, രൂപാന്തരപ്പെടേണ്ടതുപോലെ മാനസാന്തരപ്പെടേണ്ടതുപോലെ മാനസാന്തരപ്പെടുവാനും കർത്താവെ ഇടയാക്കണം. Yes, Lord, whoever you speak through today, Holy Spirit, speak to us, Lord, so that we too can be transformed and come to repentance, so we will be like you. കർത്താവെ, അങ്ങയുടെ വചനം പറയുന്നത് പോലെ അങ്ങയുടെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. അത് കടന്നു പോകുന്ന ഓരോ സന്ധി മജ്ജകളെയും വേർവിടുവിക്കുമാറ് ശക്തവും ഷാർപ്പുമായ ഒരു ടൂൾ ആയിരിക്കുന്നത് ഓർത്ത് സ്തുതിക്കുന്നപ്പാ. And thank you, Lord, that your word is a double-edged sword that can penetrate through soul and spirit, bone and marrow. കർത്താവ്, ഒരു ഓപ്പറേഷൻ ടേബിളിൽ എത്ര വിധേയത്വത്തോടെ ഒരു രോഗി കിടക്കുന്നു, അതിലും വിധേയത്വത്തോടെ അങ്ങയുടെ ഈ ഒരു ഓപ്പറേഷൻ ടേബിളിൽ ഞങ്ങൾക്ക് നിലനിൽപ്പാനും, കർത്താവെ, മുറിയേണ്ടത് മുറിയുവാനും പണിയേണ്ടത് പണിയപ്പെടുവാനും പൊറുപ്പിക്കേണ്ടത് പൊറുപ്പിക്കപ്പെടുവാനും ഇന്ന് ഇടയാക്കണമേ നാഥ. Yes, Lord, just like we surrender at an surgery operation table, and the knife does what needs to be done, Lord, and it cuts and it cleans and purifies us, Lord. Similarly, let your word do a job today as we lay on the surgical table today. കർത്താവെ, അപ്പന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി വിട്ടു തന്ന് പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ അപ്പാ. ആമേൻ. Amen. We surrender, and in Jesus' mighty name we pray. Amen. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപേ ആസ് യൂഷ്വൽ എന്റെ റൂട്ടീൻ പോലെ തന്നെ ചേച്ചി പറഞ്ഞ സമയം തൊട്ട് ഞാൻ കർത്താവിനോട് എന്താണ് കർത്താവ് ചോദിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, എന്താണ് ഇതിന്റെ മുൻപിൽ നിൽക്കേണ്ടതെന്ന് ചോദിച്ചപ്പം എനിക്ക് ആകെ കർത്താവ് കാണിച്ചെന്ന് സിംഹക്കുഴിയുടെ മുൻപിൽ നിൽക്കുന്ന ഒരു ദാനിയേലിനെ മാത്രമാണ്. Amen. You know, from the time I was asked to preach, I was asking God, what should I preach? Right? And the only thing God was showing me was Daniel standing before the den of lions. ദാനിയേലിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായമാണ്. ദാനിയേല് സിംഹക്കുഴിയുടെ മുൻപിൽ എത്തിച്ചേരുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. In Daniel chapter 6, we see this scene where Daniel is going to be put into the
Lion's Den. Hello. Yeah, we ആറാമത്തെ can hear you. അധ്യായം You were തുടങ്ങുമ്പോൾ breaking മുതൽ up a കർത്താവ് little, പറയുന്ന but ഒരു we ഒരു heard you. യെസ് സോറി ദാനിയേലിന്റെ പുസ്തകം ആറാമത്തെ അധ്യായം തുടങ്ങുന്നത് മുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. ദാനിയേൽ ഒരു പ്രൊമോഷൻ കിട്ടുന്നതും അങ്ങനെ ദൈവത്തിൽ വിശ്വസ്തനായി നിൽക്കുന്ന ഒരു ദാസനെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. So Daniel 6 starts with Daniel receiving a promotion and he's standing very faithfully before God. ദാര്യാവേശ് നോക്കിയപ്പോൾ തന്റെ ദേശത്തിന് അധിപതിമാരായി 120 പേരെ ആക്കാനും 120 പേരിൽ പ്രവൃത്തിയിൽ വളരെ ഭംഗിയായി വർക്ക് ചെയ്യുന്നു എന്ന് കണ്ടിട്ട് ദാനിയേലിനെ രാജ്യത്തിന്റെ മുഴുവൻ അധികാരം കൈമാറാനും ദാര്യാവേശ് തീരുമാനിച്ചൊരു കാഴ്ച കാണാൻ സാധിക്കും. And so we see in the opening verse that King Darius he appoints like 120 satraps over the kingdom so that they would be in charge of the whole kingdom. And Daniel was one of the lead ones over these 120 leaders. ഇന്നത്തെ ദിവസം കർത്താവ് എന്നോട് വ്യക്തതയോടെ പറഞ്ഞ 2-3 കീ വേർഡ്സ് ഉണ്ട്. The key words that God spoke to me today are ഒന്നാമത്തെ കീവേഡ് വിശ്വസ്തത. faithfulness. നീ ദൈവത്തോട് വിശ്വസ്തനാകുമ്പോൾ നീ നിന്നോടും നിന്റെ ചുറ്റുമുള്ളതിനോടും നീ വിശ്വസ്തത കാണിക്കും. When you are faithful to God, you will automatically be faithful to the people around you. നീ വിശ്വസ്തനായാൽ രണ്ടാമത്തെ കീവേഡ് നീ ഭീരുവല്ല, നീ ഭയമുള്ളവനല്ല, നീ ധൈര്യശാലിയായി തീരും. You know, once you learn to be faithful to God, you are no longer a coward, but you are a courageous man. നീ ഒന്നിൽ വിശ്വസിക്കാതെ, നീ ആ വിശ്വസിക്കുന്നതിൽ നിലകൊള്ളാതെ, അതിനോട് നീ കമ്മിറ്റ്മെന്റ് കാണിക്കാതെ ഒരിക്കലും നിനക്ക് ആ വിഷയത്തിനകത്ത് ധൈര്യം കാണിക്കാൻ സാധിക്കത്തില്ല. Unless you are faithful to the truth that has been revealed to you, you cannot be bold before God. നീ ഭീരുവായി നിന്നാൽ ന്യായമായുള്ളതിനും നിനക്ക് നിലനിൽക്കാനാകാതെ പതുങ്ങി മാറി നിൽക്കും. If you remain as a coward in certain issues, then even for the right and just things, you won't be able to stand up courageously. ഇതിനു മുന്നേ നമ്മൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു മീറ്റിങ്ങിനകത്ത് പറഞ്ഞപ്പം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയ ഒരു കാഴ്ചയുണ്ട്. വെളിപ്പാടിന്റെ പുസ്തകത്തിനകത്ത് പൊയ്കയ്ക്കകത്തേക്ക് തള്ളിയിടുന്നവരുടെ കൂട്ടത്തിൽ കിടക്കുന്ന ഒരു പേര് ഭീരുക്കളുടേതാ. You know, in an earlier meeting when I shared the word, I said in the book of Revelation, it says, one of the people who will be cast into hell are the people who are cowards. അത് ഒന്നാമത്തെ മരണത്തെ അല്ല, രണ്ടാമത്തെ തീപ്പൊയ്ക്കകത്ത് തള്ളിയിടുന്ന സമയത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. And it is not talking about the first death, it's talking about that final destruction into eternal hellfire. അപ്പൊ ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് ചിലതിനെ വിളിക്കാനും അവിശ്വസ്തനെ എന്ന് തന്നെ വിളിക്കാനും കർത്താവ് ചിലത് പ്രബോധിക്കപ്പെട്ടത്? And now do you understand why God calls some people well done, good and faithful servant, and the others are called unfaithful ones? നീ അവിശ്വസ്തനാണെങ്കിൽ നീ ഭീരുവാണ്. നീ നമ്മളൊരു കാര്യത്തിനകത്ത് 100% ഇടാതെ, നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ല, നമ്മൾ അതിനകത്ത് ഒരു വിശ്വസ്തത കാണിക്കത്തില്ല. അങ്ങനെ കാണിക്കാത്ത പക്ഷം ഞാൻ ഭീരുക്കളുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്ന ഒരാളാണ്. If we cannot be faithful to the truths God has entrusted to us, then we are nothing but cowards. പലപ്പോഴും നമ്മളുടെ കയ്യിൽ ദൈവം തന്ന സുവിശേഷത്തെയും ദൈവം നമുക്ക് ദാനമായി തന്ന രക്ഷയും മറ്റുള്ളവരിലേക്ക് പകരാൻ ഒരു ഹെസിറ്റേഷൻ, ഒരു എവിടെയോ എന്തോ ഇല്ലാത്ത പോലെ ഒരു പേടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് വിശ്വസ്തനാണോ, എനിക്ക് കിട്ടിയ രക്ഷയും നിത്യജീവനും ഞാൻ വിശ്വസ്തതയുള്ളവളാണോ എന്ന് നമ്മൾ തിരിഞ്ഞു ചിന്തിക്കേണ്ട ഒരു സമയത്തിലാണ് നിൽക്കുന്നത്. You know, if we are hesitant to share the gospel to others, the truth that we received, then we need to examine, you know, am I really faithful to the truth that has been entrusted to me? ദൈവത്തിന്റെ വചനം പറയുന്ന വേറൊരു വാക്യമുണ്ട്, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി നിങ്ങൾ കൊടുത്തു. You know, his word says you received freely and so you give freely to others. എനിക്ക് ഞാൻ ചെയ്ത ഏതെങ്കിലും പെർഫോമൻസിന്റെ പേരിൽ കർത്താവ് നീ അടിപൊളിയാണ് കേട്ടോ, നിന്നെ ഞാൻ വിളിച്ചാൽ നീ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും, ഇതിൽ നന്നായിട്ട് നീ പെർഫോം ചെയ്യും എന്ന് വിചാരിച്ചിട്ട് എടുത്തൊരാളല്ല ഞാൻ. You know, you and I were not handpicked by God into this kingdom because of anything good that we did, that he was so impressed that he said, oh wow, look at her performance, so I'm going to use her because she's a good performer. എനിക്ക് പറയാൻ യോഗ്യത ഒന്നുമില്ലാത്തപ്പോഴും കുറവുകൾ മാത്രമുള്ളപ്പോഴുമാണ് കർത്താവിന്റെ ആത്മാവ് എന്നെ തേടി വന്നത്.
You know, it is when you had nothing to boast about, when you were a loser, that is when he came searching after you and handpicked you. ഞാൻ പലപ്പോഴും ഞാൻ കർത്താവിനോട് പറയാറുണ്ട്, കർത്താവേ ഇവരൊക്കെ എന്നോട് ചിലപ്പം പ്രശ്നങ്ങൾ കാണിക്കാം, അവരോട് എനിക്ക് കയ്പ് തോന്നാമായിരിക്കും. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് അങ്ങയോടാ. അങ്ങയ്ക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ അങ്ങയുടെ ക്ഷമയുടെ ബലത്തിൽ എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കൃപ തരണേ എന്നുള്ളത്. You know, many times our issues are not with people of this world, right? If God had the mercy and grace to forgive us, my greatest unfaithfulness and lack of love was to God. If he could forgive me, then there is a grace by which we can regard other people similarly. കർത്താവിന്റെ വചനത്തിനകത്തൊരു ഉപമ പറയുന്നുണ്ട്. 1000 താലന്ത് കടമുള്ളവന് ക്ഷമിച്ച് ഇളച്ചു കൊടുത്തപ്പോൾ 100 അതേ വ്യക്തിയോട് കടമുള്ളവനെ കിട്ടിയപ്പോൾ അവനെ പിടിച്ച് ജയിലിലാക്കുന്ന ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. You know, there is a parable that we read about, that one man who had a huge debt, right? He was forgiven. His master forgave him the debt, but then he didn't show compassion to another man who had a much smaller debt to him. ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര രോക്ഷവും ദേഷ്യവും ഒക്കെ ഇതിനകത്ത് കാണുന്ന കഥാപാത്രത്തോട് തോന്നാം. Many times that parable can evoke deep emotions in us. ഇനി കഴിഞ്ഞ ദിവസം ഏറ്റവും റീസെന്റ് ആയിട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായി നടന്നൊരു അടി, പ്രശ്നം, ബഹളം, നിങ്ങളുടെ വേദന നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. And then to make it more personal, think about the last intense fight you had with your partner. ചിലപ്പോ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരിൽ പലരുടെയും ഹൃദയത്തിനകത്ത് ആ ഒരു അടിയുടെ ഭാഗം ഇപ്പോഴും നിന്നിട്ട് ഭർത്താവിനോട് സംസാരിക്കാത്ത ആളുകളും കാണുമായിരിക്കാം. ഇപ്പൊ ജോക്സി. And some of you may even be still so angry with that issue that you're not in talking terms with your partner. അങ്ങനെ നിൽക്കുമ്പോൾ തിരിച്ചിപ്പുറത്തു നിന്നൊന്ന് നോക്കണം. ഞാനും എന്റെ കർത്താവും തമ്മിലുള്ള ഒരു ബന്ധം. ചില സമയത്ത് നമ്മള് പ്രശ്നക്കാരാണ്, നമ്മള് പ്രശ്നം ഉണ്ടാക്കി, നമ്മള് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് കർത്താവിനോട് സംസാരിക്കാതെ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മളുടെ അടുത്ത് കർത്താവ് ഏതാണ്ട് വലിയ തെറ്റ് ചെയ്തതുപോലെ നമ്മൾ ചില സമയത്ത് ബിഹേവ് ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. അവിടെയും കർത്താവ് നമ്മളോട് ക്ഷമിക്കും. You know, but now put yourself, you and God, even when you have wronged him so badly, when you have done things that doesn't please him, if we approach him and say sorry, he's willing to forgive us. ചില സമയത്തൊക്കെ ഞാൻ എന്റെ സ്വഭാവം തന്നെ കണ്ടിട്ട് ഞാൻ ആലോചിക്കണം, കർത്താവിന് എപ്പോഴാ തോന്നാത്ത എന്നെ ഒന്ന് പിടിച്ച് കിണറ്റിലിടണം എന്നുള്ളത്? എന്ത് സ്വഭാവം എന്റെ ഞാൻ തന്നെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. There are times I have examined my own behavior and I often wonder how come God just didn't shove me down into a deep well because of the way I treated him. അവിടെയും കർത്താവ് പറയും, മോളെ കുഴപ്പമില്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചു, നീ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം, എന്റെ സ്നേഹം മതി നിന്നോട് ക്ഷമിക്കാനായിട്ട് വേണ്ടി. But the only response I hear from my Savior is, my daughter, it's okay. I know my love will restore you. I know you will come back to me. അങ്ങനെയുള്ളിടത്ത് ഞാൻ എന്റെ പാർട്ട്ണർ എന്നോട് ചെയ്ത ചെറിയ പ്രശ്നമായിരിക്കും, ചിലപ്പം ഉണങ്ങാത്ത ടവൽ കൊണ്ട് കട്ടിലിൽ ഇട്ടതായിരിക്കാം, ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുടെ പുറത്തായിരിക്കും ഒരു വലിയ അടി പുറപ്പെട്ടിട്ടുണ്ടാകുക. എനിക്കത് ക്ഷമിക്കാൻ പറ്റത്തില്ല, എനിക്കത് മറക്കാൻ പറ്റത്തില്ല, ഉറങ്ങാനായിട്ട് കിടന്നാലോ പുറത്തുകൂടി കരഞ്ഞുകൊണ്ടായിരിക്കും ചില സമയത്ത് കിടക്കുന്നത്. അത്രയ്ക്കും നിസ്സാരവുമായിട്ടുള്ള ചില വിഷയങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റാതെ നമുക്ക് അങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഭാര്യ ഭർത്താവ് എന്ന ബന്ധത്തിൽ എത്രത്തോളം വിശ്വസ്തത കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. But in light of this, now think about the conflict that you're struggling to overcome. Sometimes it's a very small thing like throwing a wet towel onto your bed. And sometimes that triggers a huge conflict that it's so hard for us to forgive. And we silently go to bed with tears thinking about how that conflict happened. അപ്പൊ ഇതിനകത്തൊക്കെയും കാണാൻ പറ്റുന്ന മേഖല ഞാൻ ഏതൊക്കെ വിഷയത്തിനകത്ത് വിശ്വസ്തത പുലർത്തുന്നുണ്ടെന്നുള്ളതാണ്. In all these things, what shows is really the real test is, what are those issues where we are maintaining our faithfulness to God? ഇനി ദാനിയലിന്റെ ലൈഫിനകത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 1-ാമത്തെ അധ്യായം മുതൽ ദാനിയൽ ദൈവത്തോട് കാണിക്കുന്ന ഒരു വിശ്വസ്തത നമുക്ക് കാണാൻ സാധിക്കും. You know, now let's return to the life of Daniel. From the beginning, one thing we see is how he maintains his faithfulness towards God. 1-ാമത്തെ അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച, ഇവരെ രാജകുമാരന്മാരായി നിലനിർത്തുകയല്ല, അവരെ അടിമകളായിട്ട് അവിടുന്ന് ഒന്ന് കൊണ്ടുവന്നതാണ്. അതും വേറൊരു ദേശത്ത് തന്റെ ലൈഫ് എന്താകുമെന്ന് അറിയാൻ വയ്യാതെ തന്നെ ഒരു തടങ്കറയ്ക്കകത്ത് നിർത്തിയിരിക്കുന്ന കുറച്ച് ബാലകന്മാരുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. So in chapter 1, we are introduced to Daniel, who's not brought as a king or as a prince, but as a slave.
into a different country where even their identity is going to be changed. അവിടെ നിന്ന് ദാനിയേലിന്റെ മുൻപിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതിനകത്ത് പോലും ദൈവത്തിന്റെ ഇഷ്ടത്തെയും ഹിതത്തെയും തിരിച്ചറിഞ്ഞ് തീരുമാനമെടുക്കുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. And then in that first chapter, what we see is an issue of his faithfulness regarding his dietary patterns, his food, right? While he's being brought as a slave, treated so badly, he chooses to be faithful to the dietary patterns that he was taught. അടിമയായിട്ടുള്ളവന് തന്റെ മേലധികാരിയായി നിൽക്കുന്നതിന്റെ അടുത്ത് പോയി പറയാൻ ഒട്ടും ധൈര്യം കാണത്തില്ല. You know, how, with what courage would a slave go and tell his master about his food preferences? അവിടെ ചെന്നിട്ട് ദാനിയേല് ധൈര്യപൂർവ്വം, ദാനിയേല് മാത്രമല്ല തന്റെ കൂട്ടുകാരും കൂടി ചേർന്ന് നിന്നിട്ട് പറഞ്ഞത്, രാജാവ് തന്ന ഭക്ഷണമോ പാനീയോ എന്ന് വെച്ചാൽ പച്ച വെള്ളം പോലും ഞങ്ങള് രാജാവിന്റെ സന്നിധിയിൽ നിന്ന് വന്നിരിക്കുന്നത് കഴിക്കത്തില്ല. വൈ? ബിക്കോസ് അത് ആ സംഭവങ്ങളൊക്കെയും അതിന്റെ ഒരു പോർഷൻ ആദ്യമേ വിഗ്രഹത്തിന് മുൻപിൽ അർപ്പിതമായി തീർന്നിരിക്കുന്നതും അത് ഇസ്രായേലിന് നിഷിദ്ധമാണെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തതയോടെ സംസാരിച്ച വിഷയമായതുകൊണ്ടാണ്. Amen. So they make a bold statement that we are not going to eat anything, not even the water that comes from the king's table, because a portion of this was offered to an idol. രാജാവിന്റെ ടേബിളിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ആലോചിക്കണം, വിഭവ സമൃദ്ധവും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഇവർ അടുക്കലേക്ക് എത്തുന്നത്. അടിമകളുടെ അടുക്കലേക്ക് ബെസ്റ്റ് പോർഷൻ ഫുഡ് എത്തുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല, അതിനെയാണ് അവർ നിഷേധിക്കുന്നത്. And think about it, to get a portion of food from the king's table is perhaps the healthiest, richest, most royal food you're going to get. And that is what they are saying no to while they are slaves in that country. അവിടെ നിന്ന് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സംശയമില്ല, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പരീക്ഷിക്കാം. എങ്ങനെ പരീക്ഷിക്കാം? നിങ്ങൾ മറ്റൊരു സംഭവങ്ങളും തരണ്ട, വെള്ളവും പച്ചക്കറികളും മാത്രം തന്നാൽ മതി. നിങ്ങൾക്ക് ഇത്ര ദിവസത്തിന് ശേഷം ഞങ്ങളെ മറ്റുള്ളവരുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. And then he even puts a challenge. Listen, you can compare us to others. Just give us vegetarian food and water. You can compare and see the outcome of us following our dietary pattern. അപ്പൊ അവര് കാണിച്ചൊരു ധൈര്യമുണ്ട്. അവർക്കറിയാം അവരെ വിളിച്ചതാരാണ്, അവർ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, എന്ത് ബലത്തിൽ ഞാനിത് പറയണം എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിന്റെ ബലത്തിലാണ് അവർ ആ ധൈര്യം അവിടെ കാണിക്കുന്നത്. See, the reason they are able to be courageous before the king and accept this, place this challenge and say, please test us for 10 days on a diet of vegetables and water, it is because they knew the God they serve, the God who brought them into this land. It's that awareness that gave them boldness. പലപ്പോഴും നമ്മുടെ മുൻപിൽ വരുന്ന പല ചാലഞ്ചസും പല ചോയ്സസും വളരെ നിസ്സാരമായിട്ട് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒരു നോ പറയുന്നതായിരിക്കാം, പക്ഷെ നമ്മൾ അത് ആലോചിച്ച് കൂട്ടി അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കും. എന്റെ പ്രശ്നങ്ങൾ എന്റെ ദൈവത്തിന്റെ ഇഷ്ടത്തിനേക്കാളും വലുതാവാൻ തുടങ്ങും. You know, many times there are simple choices. Simple yes or no is all we need to say. But we think and we magnify, overanalyze the problem that, you know, we're not able to make the right decision. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിൽക്കുന്ന ഓഫീസ് ജാതീയമായി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു പ്രസാദം ഒരാൾ വളരെ സ്നേഹത്തോടെ കൊണ്ടുവന്ന് തരാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ കൂടി ആദ്യം വരാൻ പോകുന്ന, ഞാനിപ്പോ ഒരു നോ പറഞ്ഞാൽ അവരെന്നെ ഒരു വർഗീയവാദിയായി കാണത്തില്ലേ, പിന്നെ അവരെന്നെ അക്സെപ്റ്റ് ചെയ്തില്ല. ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങിയാൽ എന്റെ ദൈവം എന്നിൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കത്തില്ല. എന്നാൽ അവിടെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിന്റെ നിലവാരത്തിൽ കർത്താവ് എങ്ങനെ മറുപടി പറയാൻ, കർത്താവ് ഞാൻ ഇതൊന്ന് കഴിക്കത്തില്ല എന്ന് ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം അതിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ അവിടെ എന്റെ ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിറവേറുകയും കർത്താവിന് ഉതകുന്ന പാത്രമായി ഞാൻ തീരുകയും ചെയ്യും. For example, in my workspace, there are many people who eat food offered to idols, right? Because of their religious practices. When they bring it to me lovingly, I sometimes can overanalyze and think, oh, if I say no because they're giving it to me in love, will I lose an opportunity to be friends with them, right? But really all I need to do is with humility, just kindly decline it. And that is my Christian testimony in that situation.
ഞാൻ ഇത് പറയാനുള്ള റീസൺ ഇതിനേക്കാളും ശക്തമായ പ്രശ്നത്തിന്റെ നടുവിലാണ് ദാനിയേലും കൂട്ടുകാരും നിന്നിട്ട് പറയുന്നത് ഇല്ല. രാജാവ് തരുന്ന ഭക്ഷണത്തിൽ ഞങ്ങൾ തൊടത്തില്ല. ഞങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഞങ്ങളെ വിശുദ്ധിയോടെ സൂക്ഷിക്കും എന്നുള്ളത്. Amen. The reason I'm using this simple example from my workplace is it's a much more grave situation that Daniel is in. He and his friends are slaves and they are supposed to eat the royal food, and they are being bold to say, no, we are not going to eat that, put us to test with normal food. അവര് ദൈവത്തോട് വിശ്വസ്തരായിരുന്നതുകൊണ്ട് അതിന്റെ റിഫ്ലക്ഷൻ അടുത്ത 10 ദിവസത്തിനകത്ത് അവരുടെ മുൻപിൽ വന്നു. You know, their confidence that if they will be defiled by this other food, and that confidence that God will protect them is what gave them strength to accept this 10-day challenge. അത്രയും നാളും രാജാവിന്റെ ഭക്ഷണം കഴിച്ചവരും ഇവരെയും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഇവരാണ് എല്ലാം കൊണ്ടും ബെസ്റ്റ് ആയി തീർന്നത്. And at the end of 10 days, it was clearly revealed that they were far better than those who ate from the king's table. പലപ്പോഴും കർത്താവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്നോട്. Many times God tells me this one statement. നീ ഞാൻ പറയുന്ന കാര്യം കേട്ട് അനുസരിച്ച് വിശ്വസ്തയോടെ നിന്നാൽ മതി. എന്ത് ചെയ്യണം, ഇതെങ്ങനെ പ്രൂവ് ചെയ്യണം എന്നുള്ളത് അത് എന്റെ ഐഡന്റിറ്റി, അത് ഞാൻ ചെയ്തോളാം. I mean, many times God tells me, just obey what I'm telling you to do. It's my burden to prove my identity through your faithfulness. You don't have to prove anything to anyone. പലപ്പോഴും നമ്മുടെ മുൻപിൽ കർത്താവ് ഒരു ടാസ്ക് തരുമ്പോൾ ഞാൻ അതിനകത്ത് വിശ്വസ്തയും അനുസരണം കാണിക്കുന്നതിനേക്കാളും കൂടുതൽ കർത്താവ് ഞാൻ ഓൾട്ടർനേറ്റ് സൊല്യൂഷൻസ്, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, അതിന്റെ അനാലിസിസും അതിന്റെ എല്ലാ ROയും എല്ലാം ചേർത്തിട്ടൊരു ഒരു കാര്യമായിരിക്കും പറയുന്നത്. കർത്താവ് നീ ഇത്ര എഫേർട്ട് ഇടണ്ട, ഞാൻ പറഞ്ഞു, നീ കേൾക്ക്, നീ ചെയ്യ്, അതിൽ നീ നിലനിൽക്ക്, അവിടെ ഞാൻ എന്റെ മഹത്വത്തെ ഇറക്കും. I mean, many times when we are told to do something, we do deep thought analysis, ROIs, and all kinds of worldly systems of analysis. But God is saying, why you do overthinking this? Just do what I say. ചില സമയത്ത് ഞാൻ ഇപ്പം കർത്താവിനോട് പറയുന്നത്, കർത്താവ് എന്നെ തിരിച്ച് എന്റെ പഴയ നിലവാരത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാമോ? എവിടെ എന്ന് കർത്താവ് പറയുന്നു, ഞാൻ കേൾക്കുന്നു, അനുസരിക്കുന്നു, ഒന്നും ചിന്തിക്കണ്ട, അങ്ങ് പ്രവർത്തിച്ചാൽ മാത്രം മതി. അവിടെ ദൈവത്തിന്റെ അസാധാരണ മഹത്വങ്ങളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. And many times I pray, Lord, bring me back to my first love, those early days when I would just blindly obey what you say, and I've seen the extraordinary glory of the Lord. പ്രശ്നം പലപ്പോഴും നമ്മൾ കൂടുതൽ അറിയാൻ തുടങ്ങുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളും കൂടുതൽ അനാലിസിസിലും പോകും. അതല്ല കർത്താവ്. കർത്താവ് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മളോട് പറയുന്നത്. ഞാൻ പറഞ്ഞു, നീ കേട്ടു, നീ അനുസരിച്ചു, ഞാൻ പ്രവർത്തിച്ചു. Amen. You know, all these days, God is calling us back to simple obedience. You heard my voice, you obeyed it, and I moved and I did a miracle. ഇതിനകത്ത് പിന്നെ നമ്മൾ അതിനുശേഷമുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റാരെക്കാളും ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ബലം കൊടുക്കുന്നതാ. പക്ഷെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നവനെ ദൈവത്തിന് മാനിക്കാൻ അറിയായിരുന്നു. അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഇവര് 4 പേര് സകല കാര്യങ്ങളിലും നിപുണന്മാര്, സകല കലകളിലെ ഇന്റലിജൻസില് എല്ലാ രീതിയിലും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു പേര് അവർക്ക് കേൾക്കാൻ തുടങ്ങി. You know, after this stand that they took not to defile themselves with the pagan food, we see in verse 17, God gave these 4 young men an unusual aptitude for understanding every aspect of literature and wisdom, and God gave them Daniel's special abilities. അതുകൊണ്ട് തന്നെ 120 പേരെ സെലക്ട് ചെയ്തപ്പോൾ 6-ാമത്തെ അധ്യായത്തിനകത്ത് കാണാൻ സാധിക്കുന്നു. 120 പേരെ സെലക്ട് ചെയ്തതിനകത്ത് ഒരാള് ഭയങ്കരം യുണീക്ക് ആണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തീരാൻ തുടങ്ങി. And that is why in chapter 6 we see out of the 120 leaders that were selected, that Daniel proved himself more capable than all these other administrators and high officials. എനിക്ക് അത് കഴിഞ്ഞിട്ട് കർത്താവ് അണ്ടർലൈൻ ചെയ്ത് കാണിച്ചു തന്നൊരു ഭാഗമുണ്ട്. And then after that, God highlighted one portion to me. ആ കാണിച്ച പോർഷൻ ഇതാണ്. ഈ ബാക്കിയുള്ളവര് ദാനിയേലിന് നേരെ ഏതെങ്കിലുമൊക്കെ അലിഗേഷൻസ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അവനെ തിരിച്ചും മറിച്ചും അനലൈസ് ചെയ്തിട്ടും ഒരു കാര്യത്തിൽ അവനെ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. And then we see that these other administrators begin searching for some fault in the way he's handling the government affairs, but they could not find anything to criticize or condemn him. എന്നോട് കർത്താവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നീ നിന്റെ ജോലിയിൽ അവിശ്വസ്തത കാണിക്കുന്നുണ്ടെങ്കിൽ നീ എന്നോട് വിശ്വസ്തയല്ല.
God told me, if you are unfaithful in your workspace, then you are not faithful to me. എന്റെ കാര്യത്തിനകത്ത് സാത്താന് പറയാൻ ഒരു അലിഗേഷന്റെ തുമ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയൊക്കെയോ അവിശ്വസ്തത കാണിച്ചവളാണ്. If devil has an opportunity to point fingers at us in any area of our earthly life, then that also indicates unfaithfulness to God. നമ്മളുടെ മുൻപിലേക്ക് വരുന്ന അലിഗേഷൻസ് സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തികളുടെ ഫലം തന്നെയാണ്. The allegations that come at us is really an indication of the acts that we do here on earth. അതായത് ഞാൻ ദൈവത്തിന് വേണ്ടി നിലനിന്നാൽ സാത്താൻ എനിക്ക് വിരോധമാകുമെന്നുള്ളതും ഇതിനകത്ത് ബാക്കി ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവന്റെ ദൈവത്തിലല്ലാതെ നമുക്കൊന്നും പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അലിഗേഷൻസ് വരാം. അതല്ലാതെ ഞാൻ എന്റെ പ്രവൃത്തിയിൽ പെർഫെക്റ്റ് അല്ല എങ്കിൽ ഇപ്പോൾ ദാനിയലിന്റെ കാര്യത്തിനകത്ത് അവിടം വരെ പോകാതെ ഇവിടെ തുടക്കത്തിൽ വെച്ച് തന്നെ അവർക്ക് അത് ക്ലോസ് ചെയ്യാൻ പറ്റുമായിരുന്നു. Amen. See, when we stand faithful for God and we are faithful in all our work responsibilities, people will not find any way of finding fault in the way we do our work. The only way they will get is to deal with us in our relationship with God. That's what they say. Our only chance of finding grounds of accusing Daniel will be in connection with the rules of his religion. അവിടെ നിന്നാണ് അവർ അടുത്ത വലിയൊരു പ്ലാൻ പ്ലോട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. And that is how they make a big plot to trap Daniel. അവിടെ അവർക്കറിയാം ഇവൻ ഒരു കാര്യത്തിൽ ഭയങ്കരം തീക്ഷ്ണതയുള്ളതാണ്. ഒരു വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരേ ഒരു കാര്യം അവനും അവന്റെ ദൈവവുമായിട്ടുള്ള കാര്യത്തിനകത്താണ്. ഇതിനകത്ത് അവന് വിരോധമായി നിയമത്തെ ഉണ്ടാക്കണം. Amen. And they realize that they have to create a law that will affect or influence his relationship with his God. ഏറ്റവും വെടിയിൽ നിന്ന് അവര് ദാര്യാവേശിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പെട്ടെന്നൊരു നിയമം അങ്ങോട്ട് റെഡിയാക്കുകയാണ്. അടുത്ത 30 ദിവസത്തേക്ക് മറ്റൊന്നിനെ വണങ്ങാൻ പാടില്ല, ദാര്യാവേശിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. And so then they go to Darius and come up with a new law that should be enforced, where nobody can worship anything for the next 30 days except this king. ഇത് പറയുക മാത്രമല്ല, ഈ പറഞ്ഞ കാര്യം പത്രത്തിലാക്കി രാജമുദ്രയും കൂടി അതിന്റെ മണ്ടയ്ക്കിടണം. രാജമുദ്ര വീണാൽ മാറ്റാൻ പറ്റത്തില്ല. And it was not just a verbal suggestion. They also managed to get the king's sign, and once it is signed by the king, it cannot be revoked. എനിക്ക് അത് കഴിഞ്ഞിട്ട് ദാനിയേലിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് ചില സമയത്ത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവത്തില്ല, ചില സമയത്ത് എനിക്ക് ഭയങ്കര അതിശയമാണ്. But Daniel's attitude after this law was signed is sometimes it's both funny to me and also it's amazing to me. അവിടെ ദാനിയേൽ ഈ കേട്ടപാട് അയ്യോ ഇനി പ്രശ്നമാണല്ലോ, എന്ന് ഇനിയിപ്പോ ആരും അറിയാതെ ഞാൻ ആരാച്ച, ഇതൊന്നുമല്ല ദാനിയേൽ ചിന്തിക്കുന്നത്. ദാനിയേൽ എന്നും ചെയ്യുന്നത് പോലെ 3 നേരം നേരെ കയറിപ്പോയി കിളിവാതിലും തുറന്നിട്ട് ജെറുസലേമിന് നേരെ നിന്നിട്ട് വണങ്ങാതെ 3 പ്രാവശ്യം, 1 പ്രാവശ്യം 2 പ്രാവശ്യം. രാത്രിയിൽ അങ്ങ് പ്രാർത്ഥിക്കാൻ ആരും കാണത്തില്ലല്ലോ, രാവിലെ വെളുപ്പിനെ എല്ലാവരും എണീക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കും. ഇതൊന്നുമല്ല ചിന്തിക്കുന്നത്. തന്റെ റുട്ടീനെ, തന്റെ യാഗപീഠത്തെ ഒരു പ്രവൃത്തിയോ ഒരു ഭീഷണിയോ തകർത്ത് കളയാൻ ഇടവരാതെ 3 നേരം താൻ എങ്ങനെ ദൈവത്തെ വണങ്ങിയിരുന്നോ അതേപോലെ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് നിന്നു. Amen. Daniel doesn't start thinking, oh, now will I get in trouble? Maybe I will pray in secret. Once he finds out about this law, nothing changes in him. He just does as he usually does. He goes home, he kneels down as usual in his upstairs room with windows open towards Jerusalem, and he prays 3 times a day, just as he has always done, giving thanks to God. പലപ്പോഴും നമ്മുടെ മുൻപിൽ വരുന്ന പ്രതിസന്ധിയും ഭീഷണിയും വർക്ക് പ്രഷറും സ്ട്രെസ്സിന്റെയും കാരണം ഞാൻ പണിത് വെച്ചിരിക്കുന്ന എന്റെ യാഗപീഠത്തെ തകർത്ത് കളയണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. Many times the stress and the tensions of work come to actually destroy the altar that we have built before God. ആ യാഗപീഠത്തെ ഒന്നും കൂടി ഒന്ന് ഞാൻ വിപുലീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്നും ദിവസവും ഇന്നിന്ന സമയങ്ങളിൽ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ഞാനും കർത്താവും മാത്രം ഒരു ടൈം സ്പെൻഡ് ചെയ്ത് അതെന്റെ കർത്താവിന് ഇഷ്ടമാകുന്ന നിലയിലേക്ക് ഞാൻ മാറ്റിയെടുക്കുന്ന ആ ഒരു ഘട്ടത്തിന് പറയുന്ന പേരാണ് യാഗപീഠം.
If I define what an altar is, in simple terms, altar is the set time that we have decided to spend before God at a certain time in a day, the time that we have decided to pray. If we make compromises on that time with God, that is what we say is affecting the altar we built before God. പഴയ നിയമ കാലഘട്ടത്തിൽ പാപയാഗം എന്നുള്ളതിനെ ഒരു നിശ്ചിത സമയത്തിനകത്ത് പുരോഹിതന്മാര് വരികയും അതിന് പ്രത്യേക ക്രമങ്ങളും പ്രത്യേക നിലയിലുമാണത്. ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ രീതികൾക്കും എന്റെ പാപത്തിന്റെ ഡെപ്തിനും അനുസരിച്ചിട്ട് ഞാൻ യാഗം അവിടെ കഴിക്കുകയും ആ യാഗത്തിന്റെ ഫലമായി ദൈവം എന്നോട് ക്ഷമിച്ചു എന്ന് ഞാൻ തിരിച്ചറിയുകയും, അതുമല്ല സൗരഭ്യവാസനയുള്ള യാഗം ഞാൻ നടത്തുകയാണെങ്കിൽ നിശ്ചിത സമയത്തിനകത്ത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ കൂടി നിന്ന് അതിൽ നിന്ന് ഉയരുന്ന പുക സ്വർഗത്തിലെത്തുകയും അത് ദൈവത്തിന് ഇതായിരുന്നു പഴയ നിയമ കാലഘട്ടത്തിന്റെ യാഗപീഠം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ സിമിലർലി പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ അവകാശികളും നിത്യതയ്ക്കും മഹത്വത്തിനും അവകാശികളായിരിക്കുന്ന നമ്മൾക്ക് ദൈവമാക്കി വെച്ചിരിക്കുന്ന നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിലും നിലവാരത്തിലും എന്റെ ജീവിതം മാറുകയും എന്റെ പ്രാർത്ഥനകൾ, ആരാധനകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കൂട്ടർ, അതായത് പരിശുദ്ധാത്മാവും ഞാനും കൂടി വരുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് യാഗപീഠം. In the Old Testament, there was very specific indications. For example, there was a way in which an altar for sin had to be made, right? Certain people had to come, certain rules had to be fulfilled. Only if things were done according to the specification that the sacrifice would be accepted. Similarly, in the New Testament, we too have been given specific instructions how to approach the Holy Spirit, how to offer our body as a living sacrifice. Unless we align our life, our pattern to God, like the way it is written in the Word, and approach Him with reverence, our altar is also not effective. നമ്മുടെ ലൈഫ് നമ്മൾ തിരിഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, ഓരോ അലിഗേഷൻസ്, ഓരോ പ്രതികൂലങ്ങൾ, അത് ആദ്യം എഫക്ട് ചെയ്യുന്നത് ഞാൻ പണിയുന്ന യാഗപീഠത്തെ. അന്ന് വൈകിട്ട് പ്രാർത്ഥിക്കത്തില്ല. ഘോരമായ പ്രശ്നത്തിന്റെ നടുവില് അന്ന് വൈകിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റത്തില്ല. സ്ട്രെസ് ആണോ? അന്ന് എന്നും ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റില്ല. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം, കർത്താവേ ബൈ, തീർന്നു. ഇതാണ് എന്റെ യാഗപീഠത്തെ എഫക്ട് ചെയ്യുന്ന പരിപാടി. What affects our altars in the present generation? Imagine if you have a fight at home. That's the day you should actually pray. Instead of praying as you made a commitment, you will walk away. Or if you have too much stress that day, you'll say, thank you, Jesus, and go to bed. The days when this is the inconsistencies in our personal altars with God that affects us. ഞാൻ പലപ്പോഴും എന്റെ ലൈഫിന്റെ ആത്മീയ ജീവിതത്തിന്റെ ആദ്യ ഘട്ടങ്ങളിനകത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. നിലനിൽക്കുന്ന യാഗാഗ്നി ഉള്ളിടത്ത് സാത്താന്റെ ഒരു തരിക്കോ ഇരുട്ടിന്റെ ഒരു ബലത്തിനോ പടി കടന്നു കയറി വരാൻ സാധിച്ചിട്ടില്ല. Amen. In my early Christian life, one thing I learned is wherever an altar in a person's life, the fire is never dying out. Such people or such circumstances, Satan can never enter. ഞാനിത് പറയുന്നത് വ്യക്തമായ കാഴ്ചകളുടെ ബലത്തിൽ നിന്നാണ്. പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ഇരിക്കുന്ന മുറിയുടെ പുറത്ത് വരെ ചില ശക്തികൾ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പടി കടന്നു കയറാൻ അവൻ അവകാശമില്ലാതെ നിലനിൽക്കുന്നത് ഞാൻ കണ്ടു. And I say this based on personal life experiences. During my hour of prayer, even when demonic creatures and resistances stand outside my door, God will never allow that force to enter inside my prayer room. നിന്റെ യാഗത്തിന് തീ ഇല്ലെങ്കിൽ അത് വെറും പച്ചമാംസമാണ്. നീ തീ കത്തിച്ചുകൊണ്ട് നിന്നാൽ ഇരുട്ടിന് ഒരിക്കലും പിടികൂടാനാകാതെ, ഇരുട്ടിന്റെ ഒരു ശക്തിക്കും തകർത്ത് കളയാനാകാത്ത നിലവാരത്തിൽ നിന്റെ പ്രാർത്ഥനകളെ ദൈവം ഒരു യാഗപീഠമാക്കി തീർക്കും. Amen. Without fire, your altar is nothing but your flesh. But when there is fire, nothing can enter that altar or touch you. ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ്, നിന്റെ യാഗപീഠം എന്നും നിലനിൽക്കണം. കാര്യം ആ തീയാണ് നിന്നെ ദൈവത്തിൽ വളർത്തുന്നത്, നീ ആരാണ് നിന്നെ തിരിച്ചറിയിക്കുന്നത്. God desires that your altar will endure in every season, and that fire is what will define you and set you apart from the people of this world. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ദാനിയേലിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അവിടെ ദൈവത്തിലല്ലാതെ അവനെ അവിശ്വസ്തത കാണിക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടു. അവന്റെ യാഗപീഠത്തെ പിടിക്കാൻ സാത്താൻ തീരുമാനിച്ചു. And now let's return to the life of Daniel. Satan makes a decision to attack his prayer altar.
രാജാവിന് ഇവനോട് ഫേവർ ഉണ്ടെന്നുള്ളത് അറിയാമെങ്കിൽ പോലും രാജാവ് എഴുതി കൊടുത്ത് മുദ്ര ചെയ്തിരിക്കുന്ന നിയമത്തെ ലംഘിക്കാൻ അവൻ അവകാശമില്ല. Even though the king loves or favors Daniel, because he has signed the law, he too cannot revoke the law for Daniel. ചില സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാനായിട്ട് വേണ്ടി തന്നെ ഇറങ്ങി വന്നിക്കുക. Some problems in our life truly come so that the glory of the Lord can be revealed. നീ ചിന്തിക്കുന്ന സൊല്യൂഷൻ അല്ല ഇതിനകത്തുള്ളത്. Many times it's not what you think that is the solution for that problem. ആ സമയത്ത് നമ്മൾ നടന്നു പോകുമ്പം പറയുന്ന വചനങ്ങൾ ഇതൊക്കെയായിരിക്കും. ഞാൻ വെള്ളത്തിന്റെ മീതെ കൂടി നടന്നാലും അതെന്നെ മുക്കിക്കളയില്ല, ഞാൻ തീയിലൂടെ നടന്നാലും അത് ഞാൻ വെന്തുപോകുകയില്ല. ഇതൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെ തന്നെ ബലപ്പെടുത്തി നടത്തുമ്പോഴും നമ്മൾ കുറെ കൂടി ഈ പ്രശ്നത്തിനകത്തോട്ടേക്ക് കയറി പോകുമ്പോ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചോർന്നു പോകും. Many times we meditate on promises like, even if I go through the fire, he will be with me. Even if I walk through the waters, I will not drown. Though we are saying all this, many times the problems are increasing and our strength is draining. അങ്ങനെ ഡ്രെയിൻ ആയാൽ അവിടെ വിശ്വസ്തതയില്ല, അവിടെ ധൈര്യമില്ല. Man, if you are feel this draining, then the truth is that faithfulness is not there. അവിടെ നിന്ന് ദാനിയേലിനെ സിംഹക്കുഴിക്ക് അകത്തോട്ടേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാജകാര്യം ഇട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. പക്ഷെ ഒരു ഫാക്ട് ഇതിനകത്ത് കാണാനുള്ളത്, നല്ല വിശന്നിരിക്കുന്ന സിംഹങ്ങൾ കുഴിക്കകത്താണ്, കയറി വരാൻ ഒരു വഴിയില്ല. Coming back to the life of Daniel, I don't want to describe all the details of this episode, but one thing I want to point out, the lions were very hungry lions, and there is no human possibility for Daniel to come out alive. അവിടെ നിന്ന് അടുത്ത ദിവസം രാവിലെ രാജാവ് വിഷമത്തോടെ വന്ന് അതിന്റെ വക്കത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവമായ യഹോവയുടെ ദാസനായ ദാനിയേലെ, നീ വിശ്വസിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളുടെ അടുക്കൽ നിന്നും ഈ പാർശ്വശക്തികളുടെ അടുക്കൽ നിന്നും രക്ഷിച്ചുവോ? Amen. See, the question that the king asked Daniel in verse 20 is, he comes very early next morning. And when he got there, he called out in anguish, Daniel, servant of the living God, was your God whom you serve so faithfully able to rescue you from the lions? അവിടെ നിന്ന് രാജാവ് ഒരു റിപ്ലൈ എക്സ്പെക്ട് ചെയ്യുന്നേയില്ല. കാര്യം പോയവൻ തിരിച്ചു വരത്തില്ലെന്നുള്ള ഉറപ്പോടുള്ള ചോദ്യമായിരുന്നത്. And I'm certain the king did not expect any reply back. എന്നാ എക്കോ അടിക്കുന്ന പോലെ ഒരു റിപ്ലൈ വന്നു. രാജാവേ, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം സിംഹത്തിൽ നിന്നും അവന്റെ എല്ലാ ബലത്തിൽ നിന്നും എന്റെ കർത്താവ് എന്നെ വിടുവിച്ച് ജീവനോടെ നിർത്തിയിട്ടുണ്ടെന്ന്. But he got a reply like the echo. As soon as he asked the question, there was a reply that echoed back. Daniel answered, long live the king. My God sent his angel to shut the lion's mouth so that they would not hurt me. പലപ്പോഴും നിന്റെ പ്രശ്നത്തിനകത്ത് കയറുന്നതിന് മുൻപേ അല്ല ഉള്ളത്. പലപ്പോഴും നീ കയറുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ പ്രശ്നത്തിന് കാരണമായി നിൽക്കുന്ന ചിലതിന്റെ വായെ ദൂതന്മാരാൽ അടയ്ക്കാനാ ദൈവം ചില വിഷയങ്ങളിനകത്തേക്ക് നിങ്ങളെ കയറ്റിവിടുന്നത്. In some of the issues that you are standing, God may not deliver you before the problem, but he will send an angel and bring you out miraculously out of that problem. കഴിഞ്ഞൊരു സമയം ചില പ്രശ്നങ്ങളാ, വല്ലാത്ത പ്രശ്നത്തിനകത്ത് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോന്നിട്ട് എനിക്കൊന്നും പറ്റാതെ വന്നപ്പോ കർത്താവ് എന്നെ റിമൈൻഡ് ചെയ്തൊരു കാര്യമുണ്ട്. എന്നോട് പറഞ്ഞത് ഇതാണ്, നിനക്ക് വന്ന പ്രശ്നത്തിനായി നീ നന്ദി പറ, അവിടെ നീ ചിലത് ജയിച്ചെടുക്കുമെന്ന്. Recently when I was in deep crisis and I was saying I don't even have the ability to pray now, God reminded me, start thanking the Lord for your situations, and that is the beginning of coming out of your crisis. എക്സാമ്പിൾ പറഞ്ഞാൽ, കർത്താവെ എനിക്ക് ഒട്ടും വയ്യ കർത്താവെ, ഈ വയ്യാഴികയ്ക്കായി ഞാൻ കർത്താവിനെ നന്ദി പറയുന്നു കർത്താവെ. ഇത് പറഞ്ഞുണ്ടല്ലോ, നേരെ നിൽക്കുന്ന ശത്രുവിന്റെ തലയ്ക്കടിക്കുന്ന വർത്തമാനമായിരിക്കും നമ്മൾ പറയുന്നത്. Amen. For example, you may be physically or psychologically so ill and so sick, but even in that time when you say thank you Lord for this crisis, what you're doing is you're slapping Satan in the face. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിശ്വസ്തത. And this is the faithfulness God is expecting from you. ഒരുപാട് മിഷണറിമാരുടെയും ഒരുപാട് അപ്പോസ്തലന്മാരുടെയും കഥകൾ നമ്മൾ
ഒത്തിരി കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഈ മരണത്തെ നേരിട്ടത്, അവരെ തകർത്ത് കളയാൻ ശത്രു ശ്രമിച്ചത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഊർജ്ജവും ബലവും ഒക്കെ കിട്ടും. അപ്പൊ അന്നേരം ഞാൻ ചിലപ്പോ ആലോചിക്കുന്നുണ്ട്, ചിലപ്പോ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് നീ കർത്താവിനെ തള്ളി പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഇല്ല, എന്റെ ജീവൻ പോയാലും ഞാൻ കർത്താവിനെ തള്ളി പറയത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിനെ പറ്റി പലപ്പോഴും നമ്മൾ മനസ്സ് വിചാരിക്കാറുണ്ട്. എന്നാൽ ഇന്നലെ കടന്നുപോയ ചെറിയ പ്രശ്നത്തിന് എന്റെ പൊന്ന് കർത്താവ്, എന്നാലും നിനക്ക് എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്താ? ഇതും കർത്താവിനെ തള്ളി പറയുന്നത്. അവിടെ ഞാൻ വിശ്വസ്ത കാണിക്കാത്തതാണ്. വലിയ വിഷയത്തിനകത്തുള്ള വിശ്വസ്തത മാത്രമല്ല, ഏറ്റവും ചെറിയതിനകത്ത് മുതൽ ഞാൻ വിശ്വസ്തത കാണിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ അത്യല്പത്തിൽ വിശ്വസ്തനായ ദാസനെ നിന്നെ ഞാൻ അധികത്തിലും വിചാരകനാക്കുമെന്ന് കർത്താവ് പറയുന്ന വാക്ക് കേൾക്കാൻ സാധിക്കത്തുള്ളൂ. Amen. You know, many times when we hear the testimonies and life stories of mighty men and women of God, saints of God, we too will get inspired and say, yes, yes, come what may, I will never deny Jesus. But when it comes to small things like I don't feel like praying, right? If God says just give thanks for the situation, it's that faithfulness in those small things that is as important as saying yes to Jesus in big situations that matters. അവിടെ നിന്ന് ദാനിയേലിന്റെ ഈ ഒരു ഭാഗത്തിന്റെ അവസാനത്തിനകത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ദാര്യാവേശ് ഒരു ലെറ്റർ തന്റെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും അയച്ചു കൊടുക്കുന്നു. ജീവനുള്ള ദൈവമായ ദാനിയേലിന്റെ ദൈവം, ആ ദൈവമേ ഉള്ളൂ മഹത്വമുള്ളവൻ, ജീവനുള്ളവൻ. ഞാൻ ചില കാര്യങ്ങൾ ഒരാളോടും പറയണമെന്നൊന്നുമില്ല. ഞാൻ ജീവിതത്തിൽ വിശ്വസ്ത കാണിച്ചു തുടങ്ങുമ്പോൾ എന്നിലൂടെ വരേണ്ട ദൈവത്തിന്റെ മഹത്വം പുറത്ത് വന്നിരിക്കും. Amen. And then in verse 25, we see the outcome. Then King Darius sent this message to the people of every race, nation, language throughout the world, that the God of Daniel, he is the living God. He will endure forever. His kingdom will never be destroyed. See, many times we don't have to go around sometimes preaching, but when we are faithful, that message was proclaimed through the faithfulness in our life. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദാനിയേലിന്റെ പേരിന് പകരം എന്റെ പേരാ ഇവിടോട്ടേക്ക് വരുന്നത്. ഞാൻ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചത് കൊണ്ട് എന്റെ നെയ്ബർ അല്ലെങ്കിൽ എന്റെ മാനേജർ, എന്റെ ബോസ്, എന്റെ സൂപ്പർ ബോസ്, എന്റെ സിഇഒ ആരും ആയിക്കോട്ടെ, അവരിവിടെ നിന്നിട്ട് പറയുന്നത് സാറയുടെ ദൈവമായിട്ടുള്ള ദൈവം, അവൻ മാത്രമാണ് ജീവനുള്ള ദൈവം, അവനെ മാത്രമേ വണങ്ങാൻ പറ്റൂ. ഇങ്ങനെ പറയുന്ന ഒരു കാലത്തെ പറ്റി, ഒരു വിഷയത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നീ ചെയ്ത എല്ലാ സുവിശേഷ പ്രവർത്തികളെക്കാളും ഏറ്റവും ശക്തമായി മഹത്വപ്പെടുവാൻ പോകുന്ന പ്രവൃത്തി അതായിരിക്കും. Amen. Now put yourself there. Can you imagine your boss, your CEO writing a letter like this with your name there? I decree to everyone in the kingdom that before the God of Sarah, right? Put your name there. Will your CEO write such a letter and say that the God of Sarah is the living God and his kingdom will never be destroyed? That is perhaps greater than any ministry you will do. Your faithfulness is what leads to such a decree. ഞാൻ അത്രയും നാളും ഓടി നടന്ന് പറഞ്ഞതിനകത്തല്ല, ധൈര്യം പോകാതെ ബലത്തോടെ നിന്ന് കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന ഒരു ഇൻസിഡന്റ് ആയിരിക്കും പലരുടെയും ലൈഫിനെ മാറ്റിയെടുക്കാൻ പോകുന്നത്. You know, and one such incident where you stood faithfully is going to change the destiny of many than many other things you may have done for Christ. കർത്താവ് തന്നിൽ വിശ്വസ്തരായവരുണ്ടോ എന്ന് ഈ കാലഘട്ടത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ്. Let us surrender ourselves. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിലും നിലവാരത്തിലും ഒന്ന് ട്രാൻസ്ഫോംഡ് ആയി തീരാൻ, പണിയപ്പെടേണ്ടതുപോലെ പണിയപ്പെടാൻ. എവിടെങ്കിലും കുറഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടോ, ശരിയായില്ലെന്ന് തോന്നുന്നുണ്ടോ, അപ്പന്റെ സന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കുക. അപ്പൻ ചേർത്ത് പിടിക്കും. ചിലതിനെ ഉടയ്ക്കും, ചിലതിനെ മെനഞ്ഞെടുക്കും, ചിലതിനെ ചെത്തി വെടിപ്പാക്കി മിനുക്കിയെടുക്കും. നല്ല ഫലം കായ്ക്കുവാൻ, നല്ലതിനെ ഉൾക്കൊള്ളുവാൻ കർത്താവ് ആക്കി തീർക്കുന്ന ചില പാത്രങ്ങളാക്കി ദൈവം ഈ ദിവസങ്ങളിൽ തീർക്കും. So I want to end by saying this: these last days, the eyes of the Lord go to and fro, looking for anyone whose heart is fully perfect towards him, faithful towards him. In these last days, will we be those ones on whom the eyes of the Lord rest? Some he will break, some he will mold, some he will refine, but he's looking for faithful people today. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Amen. May the Lord bless each of us. Let's pray. Lord, thank you, Lord, for this word, Lord. We surrender before this word.
I pray, Lord, that your eyes will rest on us. May we be found faithful before you, Lord. Lord, help us to be faithful in the smallest tasks you have given us in our life, Lord. Like we just heard, it's our faithfulness, our loyalty in our earthly responsibilities, Lord, that may be the greatest testimony in our life and may have the greatest reach, that our own CEOs, our own bosses will write a letter like this, Lord, to people that we cannot influence even, that the God of Preeti, that the God of Caroline, the God of Grace, the God of Krishna is the living God and his kingdom will never be destroyed. We pray, Lord, that you would use us, Lord, to be effective ministers, Lord. Teach us to be faithful. Let grace increase upon our lives, Lord. Let grace abound so we can be faithful in the smallest things, Lord. Even when we don't have health, give us the strength to keep coming to you in prayer so that the fire on our prayer altars will never die out, oh Lord. Thank you that that is the greatest weapon we have against every satanic tactic, that no satanic power or demonic agent can enter our prayer life. As long as we are willing, Lord, we are willing to lay ourselves on the altar and you are able to release a fire that will burn up every resistance in our life, Lord. This time we want to bless Sarah. Thank you, Lord, for the word that she delivered. Thank you for her life and her surrender. I pray, Lord, that that same unction will overflow into each of us, that we too will surrender, Lord. Thank you that the greatest chapters of our life are yet to be written. The greatest letters, Lord, through our co-workers and bosses, Lord, through the authorities in our lives is yet to be written, Lord. Lord, teach us to surrender. Teach us to surrender, Lord, so we too will stand out 10 times more wiser than the people we work with and live with. Lord, I pray, Lord, against all fear, for we just heard today that fear comes from a lack of faithfulness. Teach us to be faithful, Lord. Faithful, courageous Christians, or people who know their God will do mighty exploits. Let that be the story of our life. In Jesus' name we pray. Amen and amen. I'll stop the recording here. If anybody wants to pray aloud and surrender to the word, this is your time. From childhood, there was a process to this, oh God. There was a process to this that happened to Daniel right from childhood. He was taught the scriptures. He believed the word. He believed the word. He received it. He stuck to it, oh God. Even though he was made a eunuch, God, he stuck to the truth of your word. And he remained faithful in little things, in small things. And through that process, oh God, you brought him out and distinguished him and gave him an excellent spirit. And he was not afraid and he stood still. He stood firm. Father, we thank you. God, I pray that you will help us, that we in our own little ways will not compromise in any way, that we will learn, oh God, to rely on the truth, to stand strong, oh God, to be courageous, not to compromise, even in little things. Even when you ask us to get up and pray, to get up and pray. When you say do the little things, even clean, pick up the plate, serve this person, help us, oh God, to allow that process to be successful so that we can stand up when great trials come our ways. When we don't surrender to the little things, oh God, it will not be possible for us to surrender to the victim, to surrender to the big things. So help us, oh God, to surrender in all ways, all the time, daily, in little things. Thank you, Lord. Thank you, Abba. Lord, we pray for Sarah, God, that she's given the word, that you will multiply it back to her, oh God, that you will refresh her and encourage her more. In Jesus' name. Amen. Amen. Father Yes, God, Lord. Amen. Go ahead. Father God, thank you for speaking to us, Lord, through Sister Sarah's mouth, Appa, for using her as your tool. Appa, I surrender myself before your word and I submit myself before the word, Lord Jesus. Give me the faith to stand courageously for you, Lord Jesus, not to fear anything what the evil one brings, but to depend wholly on my God and to set apart the altar, Lord Jesus, in my life. And no matter what comes, hallelujah, I will be faithful to you, God, hallelujah. Not looking at the situations or problems around me, but just fixing my eyes on you, Lord Jesus, the
author and finisher of my faith, and let me be careful that the fire never dies out in my altar, but it always, hallelujah, it burns so that no evil can come near me, because hallelujah, my altar is always burning faithfully for God. Hallelujah. Give me that grace, Lord Jesus, to always burn for you, Lord Jesus, that my altar always burns for you, Lord Jesus. Hallelujah. To be obedient to your word, Lord Jesus, because obedience is better than sacrifice, Appa. Oh, Lord Jesus, forgive my weaknesses, my shortcomings, my lack of prayer, my lack of faith, Lord Jesus. I submit myself completely at your feet, Lord Jesus. Holy Spirit, lead me through this day and throughout my life, in every step of my life, so that I might glorify my God. Hallelujah. In every way, in my talk, in my deeds, in my actions, in whatever I do, Lord. Hallelujah. All praise, glory, and honor to you, Father God. I also praise and thank you for Sister Sarah and for the word that you have given. I bless her in your name, Lord Jesus. Thank you for Sister Preeti and for this fellowship. Hallelujah. All praise, glory, and honor to you, Father God. In Jesus' name I pray. Amen. 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 Lord, upon the confession of dear Sister Grace Morris's faith, I pray, Lord, that there will be a supernatural unction, that her prayer altar from today, Lord, will not, the fire in that altar will not be put out. Come what may, praise and thanksgiving will be her portion. And you are the God who can make all grace abound. Thank you for the altar that she has built morning, afternoon, night, like Daniel, every time, Lord, that she will continue to give thanks to you. Let that fire never die out, so Satan cannot enter. Just like Sarah testified, Satan has no room, cannot enter her home, Lord. Thank you that upon the confession of her faith, you will do it for her according to her heart's desire. In Jesus' name we pray. Amen. Amen. Anybody else? Hallelujah. Heavenly Father, in the name of Jesus, help me not to mess it up. In Jesus' name I pray. Thank you. Amen. Yes, Lord, we pray for Frankie that she will move forwards and not backwards, Lord. That undivided heart of devotion and surrender, like the prophetess Anna, remained in your temple. That she didn't go here or there. She remained there until she saw baby Jesus and prophesied. I pray that that prophetic unction will flow through Frankie, Lord. I pray, I bind that spirit of restlessness that wants to travel here and there. Instead, she would remain, stay put in your presence. For Lord, there is a grace to remain put and rooted in your presence, Lord. I pray for that grace to abound, Lord, that she would be found faithful, Lord, faithful. For faithfulness leads to boldness and courage that will impact the nations. Just like we heard, King Darius wrote a letter that the God of Frankie is his kingdom will never be destroyed. Let that be the testimony, Lord. Her faithfulness will lead to a testimony that we cannot even comprehend today, Lord. Forgive us, Lord. Many times we think it is doing this, doing that earns your favor. Teach us to be rooted and grounded in your love from today forward. Thank you for Frankie's boldness and consistency. Thank you that the fire on her altar never dies, oh Lord. Thank you, Jesus. Thank you that the greatest chapter in Frankie's life is yet to be written, Lord. We stand as sisters and we bless her in the name of the Father, Son, and the Holy Spirit. In Jesus' name we pray. Amen and amen. Thank you. Yes. Thank you. Thank you. Hallelujah. Praise you, Lord. Thank you, Lord. Thank you, Lord, for this sweet hour of prayer. Yes, Lord, we read this prayer. Lord, I submit to the process of training till I stand courageously in the front line. Yes, Lord, this is true for all of us, Lord. Continue to minister to us, even as we sign out of this prayer call and enter our workspaces like we heard today. Let us be faithful, Lord. Let our faithfulness lead to a testimony that is beyond our wildest imaginations. In Jesus' mighty name we pray. Amen and amen. 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 Yeah. Thank you. Thank you, Sarah. Have a blessed day, the rest of you. Thank you. Have a blessed day.